സ്റ്റേപ്പർ പിന്നുകൾ കൊണ്ട് തെർമോക്കോളിൽ ചെന്നായിയുടെ രൂപമൊരുക്കിയ കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി ഫഹദ് എം റാഫിക്ക് ലഭിച്ചത് ഏഷ്യ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡുകൾ. കോട്ടയത്തെ ഒരു വിദ്യാർത്ഥി സ്റ്റേപ്ലറുകൾ ചിത്രം വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേപ്ലർ ഉപയോഗിച്ച് ചിത്രം വരച്ച ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിയായ ഫഹദ് എം റാഫി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫാമിലിയിൽ നടന്നൊരു ഹാപ്പി ന്യൂസാണ്. ജൂൺ 8 ഒരു മെയിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നു. എൻ്റെ മോന് അത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്നും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്നുമുള്ള ആ ഒരു റെക്കോർഡ് കിട്ടിയതിൻ്റെ മെയിലായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ഇതിവിടെ പറഞ്ഞു, അവന് റെക്കോർഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അവർ റെക്കോർഡിന് എലിജിബിളായി എന്നുള്ള ഒരു മെയിലാണ് അയച്ചേക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിത് ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. ഇവനിത് എന്ത് റെക്കോർഡ് കിട്ടാനാണ്, അവൻ ചെയ്ത ഒരു വർക്കിന് കിട്ടിയ റെക്കോർഡാണെന്നാണ് അവൻ പറഞ്ഞത്. ഞങ്ങളോട് ആരോടും അവൻ പറയാതാണ് ഇത് അയച്ചത്. അവനത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവൻ ഈ മെയിൽ ഞങ്ങളെ എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പലരുമായിട്ട് കോൺടാക്ട് ചെയ്തത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് നമുക്ക് അറിയണമല്ലോ. ആദ്യം തന്നെ ഇവൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ പേജിലെല്ലാം കയറി ചെക്ക് ചെയ്തപ്പം എൻ്റെ മോൻ ആ ഒരു റെക്കോർഡിന് അർഹനാന്നുള്ള രീതിയിലാണ് ആ മെയിൽ അയച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഭയങ്കര സർപ്രൈസായിട്ട് കിട്ടിയ ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഇങ്ങനെ ഒരു ഇതിന് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അവനും അതൊരു തമാശയ്ക്ക് അവൻ അവിടെ ഇരുന്ന് ലോക്ക്ഡൗൺ ടൈമിൽ ആ ഒരു വർക്ക് അങ്ങനെ ചെയ്തു. പുറത്തൊന്നും പോകാതിരുന്നപ്പോൾ അവൻ വരയ്ക്കുമെങ്കിലും ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് അവൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോന് കിട്ടിയ റെക്കോർഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ഒരു ബോക്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓൾറെഡി ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കി, അകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് കേട്ടോ. നല്ലൊരു ക്രീം കളറും നല്ല ഒതുക്കമായിട്ടുള്ളൊരു ബോക്സാണ്. ഞാനപ്പോൾ മോനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് വെക്കാനായിട്ട് ഞാനിത് എടുക്കുക, നീ ഇതിൻ്റെ അകത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റി എവിടെയെങ്കിലും സൂക്ഷിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു മെഡലാണ്, ഒരു ഗോൾഡൻ മെഡൽ. നല്ല വലിപ്പമുള്ള ഒരു മെഡലാണ് അതിൻ്റെ അകത്ത്. അവരുടെ ലോഗോ എല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു മെഡലാണ് അതിൽ ആദ്യം കണ്ടത്. അടുത്തതായിട്ട് അവരുടെ ഒരു ID കാർഡാണ് കാണുന്നത്. അതിൽ എൻ്റെ മോൻ്റെ ഫോട്ടോ എല്ലാം അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അവർ ഇതിനെക്കുറിച്ചുള്ളതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ. അടുത്തതായിട്ട് ഇത് 2021 എഡിഷൻ ബുക്കാണ് ഈ കാണിച്ചേക്കുന്നത്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ള കുറച്ച് നല്ല കുട്ടികളുടെയൊക്കെ കഴിവിൻ്റെ ആ ഒരു ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അടുത്ത എഡിഷനിലേക്കാണ് എൻ്റെ മോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലേക്ക് ആഡ് ആകത്തുള്ളൂ. അടുത്തായിട്ട് നമുക്ക് അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇനി കാണിക്കുന്നത്. അതിൽ അവൻ്റെ ആ കിട്ടിയ ആ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ അവരെല്ലാം എഴുതി ചേർത്തേക്കുന്നതാണ്. അടുത്തത് കാണിക്കുന്നത് ഒരു നല്ല പെന്നാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കും ഗോൾഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നന്നായിട്ടുണ്ട്. അതിൽ അവരുടെ ആ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഉള്ളത് ഒരു ബാഡ്ജാണ്. അതിൻ്റെ കൂടത്തിൽ 2 സ്റ്റിക്കർ നമുക്ക് വണ്ടിയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ആ ഒരു ടൈപ്പ് സ്റ്റിക്കറും കൂടെയാണ് ഇതിൽ ആഡ് ചെയ്തിരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്ത് ഉള്ള ഐറ്റംസ് എല്ലാം കേട്ടോ. ഇത് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ഒരു അൺബോക്സിംഗ് ആണ്. ഇത് നമ്മൾ കളക്ടറേറ്റിൽ വെച്ചാണ് അൺബോക്സ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്തും അതേ സെയിം സംഭവം തന്നെയാണ്.
ആ ഒരു ഐറ്റം ഒക്കെ തന്നെയാണ്. ഒരു സിൽവർ മെഡലും പിന്നെ പെന്ന് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ബാഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇതിലും ഇൻക്ലൂഡ് ആക്കിയിരുന്നത്. അപ്പോൾ ഈ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് കൈമാറ്റം ചെയ്തത് നമ്മുടെ കോട്ടയം കളക്ടർ അഞ്ജന മാഡം ആയിരുന്നു. അപ്പോൾ അതിലും ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. കാരണം അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ചാൻസാണ് ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ആ ഒരു റെക്കോർഡ് കൈമാറ്റം ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. അപ്പോൾ അതുമൊക്കെ ഞങ്ങളുടെ ലൈഫിൽ, എൻ്റെ മോൻ്റെ ലൈഫിൽ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ വാർഡിലെ മെമ്പറും കൗൺസിലറും അതിൻ്റെ ഭാരവാഹികളും എല്ലാം വന്ന് എൻ്റെ മോനൊരു ട്രോഫി എല്ലാം കൊടുത്തു. അവരും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു. അതുമൊക്കെ ഒത്തിരി നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും ഇതറിഞ്ഞു കേട്ട് ഒത്തിരി പേര് ദൂരെ നിന്ന് വിളിക്കുകയും അവനെ പഠിപ്പിച്ച സാറും കാര്യങ്ങളും എല്ലാം വിളിച്ച് അവനെ അനുമോദിച്ചു. ഇതെല്ലാം അവൻ്റെ ഒരു ലൈഫിലെ ഒരു അച്ചീവ്മെൻ്റാണ്. അതുപോലെ ദേശാഭിമാനി പേപ്പറിലും അതുപോലെ മാധ്യമത്തിലും ഒക്കെ എൻ്റെ മോൻ്റെ ആ ഒരു ന്യൂസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇതെല്ലാം ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. മൊത്തത്തിൽ നമുക്ക് വളരെ സന്തോഷമാണ് ഈ ഒരു കാര്യം കഴിഞ്ഞതിന്. പിന്നെ അത് കൂടാതെ നമ്മുടെ വണ്ടിയുടെ ഷോറൂമിൽ നിന്ന്, അതായത് ഹുണ്ടായിയുടെ ഷോറൂമിൽ നിന്നും കൂടെ നമുക്കൊരു ഗിഫ്റ്റ് അവർ കൊടുത്തു വിട്ടിരുന്നു. ഒരു നല്ല അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ ഒരു സന്തോഷം അവരും കൂടെ അറിയിച്ചു. അതും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആകെയുള്ളൊരു വിഷമം ഉണ്ടായത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ സ്ഥലത്തില്ല, പുള്ളി ഖത്തറിലാണ്. ഈ ഒരു സന്തോഷത്തിലൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എൻജോയ് ചെയ്യേണ്ട ആ ഒരു ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡ് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു കാര്യം കിട്ടിയപ്പോൾ ആളിവിടെ അടുത്തില്ലാതെ പോയല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അതിലുള്ള ഒരു കാര്യം. എൻ്റെ മോൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ ഞാൻ ഒത്തിരി ഞാൻ നമ്മുടെ പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. എൻ്റെ മോൻ എല്ലാവിധ ഇതും മുന്നോട്ട് നന്മയും കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം തുടർന്നും കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. പിന്നെ അതൊന്ന് ട്രാക്കിലായി വന്നത് ഒരു 2 വർഷം മുമ്പാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഇങ്ങനെ ഓരോ വരച്ച് തരാമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്, വരയ്ക്കാനായിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് തുടങ്ങിയത്. അതിപ്പം ഒരു 2 വർഷത്തോളമായി ഞാൻ ഇപ്പം വരച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. കൂടുതലായിട്ടും ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് ഒക്കെയാണ്. പിന്നെ ഡിജിറ്റൽ ആർട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനാണെങ്കിൽ പലരും പല രീതിയിൽ പേര് കൊണ്ട് എഴുതിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഞാനിങ്ങനെ ഈ സ്റ്റാപ്ലറും കൊണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു മടുപ്പ് പോലെ തോന്നിയായിരുന്നു. കാരണം ഇതാ അടിച്ചിട്ടും തീരുന്നുമില്ല, കൈയൊക്കെ വേദനിക്കുന്നു ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞ് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെയും പയ്യെ കണ്ടിന്യൂ ചെയ്താണ് ലാസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിനൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നതിനൊക്കെ റെക്കോർഡ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാനപ്പം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അപ്ലൈ ചെയ്തായിരുന്നു. ആദ്യം എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഏഷ്യനിൽ അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ ഏഷ്യനിൽ അപ്ലൈ ചെയ്ത് അതിൽ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇന്ത്യനിലും വെരിഫൈ ചെയ്ത് അത് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഇതെല്ലാം എനിക്ക് കളക്ടർ മാഡമാണ് തന്നത്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റും എല്ലാം കൈമാറിയത് കളക്ടർ മാഡമാണ്. വീട്ടുകാരൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ പപ്പ തന്നെയാണ്. പപ്പയാണ് എനിക്ക് വരയ്ക്കാനുള്ള ഓരോ കാര്യങ്ങളും എല്ലാം മേടിച്ച് തരുന്നതും ആദ്യം ഇനീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മേടിച്ച് സെറ്റപ്പാക്കി തന്നത് എൻ്റെ പപ്പ തന്നെയാണ്. പപ്പയാണ് ഇതിലെപ്പോഴും എന്നെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ കൂടെ മമ്മിയും ഉണ്ടായിരുന്നു. മമ്മിക്ക് ഇതിനോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായാലും മമ്മി അങ്ങനെ എതിർപ്പൊന്നും അങ്ങനെ പറയാറില്ല, ചെയ്തോന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.
അതുപോലെ എൻ്റെ മോൻ്റെ ആ ഒരു വരച്ച ആ ഒരു ഇതിൻ്റെ ലിങ്ക്, വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിലൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ, മറക്കാതെ ചെയ്യണേ.